ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മലബാറിന്റെ സമഗ്ര ടൂറിസം വളർച്ച ലക്ഷ്യമാക്കി കേന്ദ്ര ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാർ സമഗ്ര ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് MK രാഘവൻ MP. മലബാർ ടൂറിസം കൗൺസിൽ സംഘടിപ്പിച്ച മലബാർ ടൂറിസം മീറ്റ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഹോട്ടൽ ടിആർഐയിലായിരുന്നു മലബാർ ടൂറിസം കൗൺസിൽ സംഘടിപ്പിച്ച മലബാർ ടൂറിസം മീറ്റ് സംഘടിപ്പിച്ചത്. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ സമഗ്ര ടൂറിസം വളർച്ച ലക്ഷ്യമാക്കി കേന്ദ്ര ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാന സർക്കാർ സമഗ്ര ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്, നമ്മുടെ മുമ്പിൽ സ്കീമുകളുണ്ട്. അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്, ലിറ്റററി ടൂറിസം ഉണ്ട്, റെസ്പോൺസിബിൾ ടൂറിസം ഉണ്ട്, വെൽനസ് ടൂറിസം ഉണ്ട്, മെഡിക്കൽ ടൂറിസം ഉണ്ട്, അതുപോലെ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഹെറിറ്റേജ് ടൂറിസം ഉണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മലബാറിന് വേണ്ടി മാത്രം ഒരു സമഗ്രമായ പദ്ധതിക്ക് രൂപം നൽകാൻ സംസ്ഥാന വിനോദ വകുപ്പും ഗവൺമെന്റും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഇവിടെ അഭ്യർത്ഥിക്കാറുള്ളത്. ചടങ്ങിൽ മലബാർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ അധ്യക്ഷനായി. കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസ് പ്രദീപ്, മലബാർ ചേംബർ പ്രസിഡന്റ് നിത്യാനന്ദ് കമ്മത്ത്, രജീഷ് രാഘവൻ, അഷ്റഫ് വെള്ളാങ്കിൽ വളാഞ്ചേരി, അബു ജുനൈദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. എക്സലൻസ് അവാർഡുകൾ അബ്ബാസ് പുളിമൂട്ടിൽ, K മോഹൻ, യസീർ അറഫാത്ത് എന്നിവർ ഏറ്റുവാങ്ങി. തുടർന്ന് പാനൽ ചർച്ച നടത്തി. സമാപന സമ്മേളനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. MTM 2027 വിഷൻ രജീഷ് രാഘവൻ അവതരിപ്പിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് CP മൂസ മേയറിൽ നിന്നും ഏറ്റുവാങ്ങി. സുനിൽ കുമാർ, ദിലീപ് കുമാർ, K മനോജ് കുമാർ, ജുബൈർ, ഷിജിൻ പറമ്പത്ത്, റഫീഖ്, TPM ഹാഷിർ അലി, ട്രഷറർ യാസിർ അറഫാത്ത് എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ബേപ്പൂരിൽ സഞ്ചാരികൾക്കായി